ഭദ്രൻ്റെ രണ്ടാം കെട്ട്. രചനാ സംഭാഷണ മൈഥിലി മിത്ര ഭാഗം 39. എടോ ഒന്ന് നിന്നേ. മാത്തൻ്റെയും ചാരുവിൻ്റെയും കൂടെ ക്യാൻറ്റീനിലേക്ക് നടക്കുമ്പോഴാണ് അജയുടെ വിളി പിന്നിൽ നിന്ന് അവൾക്ക് വന്നത്. ആളിനെ ക്യാൻറ്റീനിന് മുമ്പിൽ കണ്ടുവെങ്കിലും ഒരു കൂടിക്കാഴ്ച ഇഷ്ടപ്പെടാത്തതിനാൽ തന്നെ പാർവതി മാത്തൻ്റെ പിന്നിൽ പമ്മിയാണ് അങ്ങോട്ടേക്ക് പോയത് തന്നെ. ഇതാര്? അജയേട്ടനോ? ഒരു വിളറിയ ചിരി അവന് നേരെ നീട്ടിക്കൊണ്ട് പാറു തിരിഞ്ഞു നിന്നു. കൂടെ തന്നെ മാത്തനെയും ചാരുവിനെയും പിടിച്ചു നിർത്തുവാനും അവൾ മറന്നിരുന്നില്ല. എന്താടോ കണ്ടിട്ടും കാണാത്ത രീതിയിൽ പോകുന്നേ? അരികിൽ വന്ന് പരിഭവം പറയുന്നവനോട് ഇത്തിരി നീരസം തോന്നിയെങ്കിലും അതവൾ ഭംഗിയായ ഒരു പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു. അയ്യോ, കാണാത്ത രീതിയിൽ പോയതല്ല ചേട്ടാ, വിശന്നപ്പോൾ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റിയില്ല, അതാണ് സത്യം. താൻ ആള് കൊള്ളാവല്ലോ. ഞാൻ ഓർത്തന്ന് പ്രപ്പോസ് ചെയ്തത് കാരണം എന്നിൽ നിന്ന് മുങ്ങി നടക്കുവാന്ന് അജയ് ഇത്തിരി ചമ്മലോടുകൂടി പറഞ്ഞു. ഏയ്, അങ്ങനൊന്നുമില്ല കേട്ടോ. എന്നാൽ ഞങ്ങൾ പൊയ്ക്കോട്ടെ. എങ്ങനെയെങ്കിലും അവൻ്റെ മുൻപിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ പാർവതി അതിയായി ആഗ്രഹിച്ചു. അതെ, ഒന്ന് നിന്നേ. ചാരുവിൻ്റെ കൈയും പിടിച്ചുകൊണ്ട് ക്യാൻറ്റീനുള്ളിലേക്ക് കയറുവാനായി പോകുന്ന പാറുവിനെ അവൻ വീണ്ടും തടഞ്ഞു. എന്താ ചേട്ടായി? ഇഷ്ടമല്ലെങ്കിലും വീണ്ടും തിരിഞ്ഞു നിന്നുകൊണ്ട് അവൾ ചോദിച്ചു. അന്ന് ഞാനങ്ങനെ പറഞ്ഞത് ശരിക്കും ഇഷ്ടമുണ്ടായതുകൊണ്ട് തന്നെയാണ്. എന്നോട് സംസാരിക്കാൻ മടിക്കുന്നതിൻ്റെ കാരണം അതാണെങ്കിൽ അക്കാര്യം മറന്നേക്ക് കേട്ടോ. ലെറ്റ് ബി ഫ്രണ്ട്സ്. അജയ് ചിരിയോടെ പറഞ്ഞതും അവനോട് തോന്നിയ ചെറിയ നീരസം പോലും അലിഞ്ഞില്ലാതാവുന്നത് അവൾ അറിഞ്ഞു. നിറഞ്ഞ സന്തോഷത്തോടെ വിടർന്ന ഒരു പുഞ്ചിരി അവനായി നൽകിയിട്ട് അവൾ കൂട്ടുകാരോടൊപ്പം ക്യാൻറ്റീനുള്ളിലേക്ക് നടന്നു. മിൽക്ക് മുട്ടപ്പഫും ഓർഡർ ചെയ്ത് വാങ്ങിയിട്ട് ട്രേയുമായി ക്യാൻറ്റീൻ്റെ ഒരു കോണിലുള്ള ഒഴിഞ്ഞ കസേരയിലായി അവർ ചെന്നിരുന്നു. എടി, എന്ത് ഗ്ലാമറാടി ആ ചേട്ടനെ കാണാൻ. അങ്ങനെ എപ്പോഴാണ് നിന്നോടൊന്ന് പ്രപ്പോസ് ചെയ്തേ? ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ. ജ്യൂസ് കുടിക്കുന്നതിനിടയിൽ ചാരു അവളുടെ സംശയം ചോദിച്ചു. അതൊക്കെ ഒരു കഥയാണ് മോളെ. പാർവതി ഒന്ന് ചിരിച്ചുകൊണ്ട് പുറത്ത് കൂട്ടുകാരോട് എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അജയനെ അടുത്തുള്ള ജനലിൽ കൂടി നോക്കിക്കൊണ്ട് നൂറ് ചിരിച്ചു. ചുരുക്കി പറയൂ പെണ്ണേ. മാത്തൻ്റെ കണ്ണുകളിൽ കഥ കേൾക്കുവാൻ വേണ്ടിയുള്ള ആകാംക്ഷ കണ്ടപ്പോൾ പിന്നീട് ഒന്നും മറച്ചു വയ്ക്കാൻ പാറുവിനും തോന്നിയില്ല എന്നതാണ് സത്യം. അപ്പോൾ ഭദ്രൻ സാറിൻ്റെ റിലേറ്റീവ് ആണല്ലേ അജയ് ചേട്ടൻ? പാർവതി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും കേട്ടതിന് ശേഷം ചാരു തറഞ്ഞിരുന്നു പോയി. മാത്തൻ്റെ അവസ്ഥയും മറ്റൊന്നല്ലായിരുന്നു. ആണടി, അന്ന് അങ്ങേരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ഇവിടെ ഇങ്ങനൊരു സർപ്രൈസ് ആൾ തരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പറഞ്ഞുകൊണ്ട് പേപ്പർ പ്ലേറ്റിലുള്ള മുട്ടപ്പപ്സിലേക്ക് മുഖം പൂഴ്ത്തിയവളെ കണ്ട് മാത്തനും ചാരുവിനും ചിരി പൊട്ടിയിരുന്നു. അവർ കഴിച്ചു കഴിഞ്ഞ് ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങി പോകുന്നതുവരെ അജയൻ്റെ കണ്ണുകൾ അവളെ പ്രണയത്തോടെ വീക്ഷിച്ചെന്ന് മാത്രം ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അന്നത്തെ ക്ലാസ്സുകൾ സാധാരണ രീതിയിൽ കഴിഞ്ഞുപോയി. പതിവ് പോലെ തന്നെ ആദ്യം യാത്ര പറഞ്ഞു പോയത് ചാരുവാണ്. മാത്തൻ മാത്രം പാറു മാരാരുടെ കാറിൽ കയറുന്നിടം വരെ അവിടെ തന്നെ ചുറ്റിപ്പറ്റിയിരുന്നു. ബൈഡാ. വണ്ടി മുന്നോട്ടേക്ക് എടുത്തതും പെണ്ണ് അവന് നേരെ കൈവീശി കാട്ടി. അവൻ പുഞ്ചിരിയോടെ തന്നെ നോക്കി ചിരിക്കുന്നത് അവൾ സൈഡ് മിററിൽ കൂടി നോക്കിക്കണ്ടിരുന്നു. ഏതോ സോപാന സംഗീതത്തിൻ്റെ ഈരടികൾ കാറിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആള് വണ്ടിയിലൊരു മനുഷ്യജീവി കൂടി ഉണ്ടെന്നുള്ള യാതൊരു പരിഗണനയും തരാത്ത രീതിയിലുള്ള ഇരിപ്പാണ്. ഇത് ഞാൻ രണ്ടു കാര്യത്തിന് വേണ്ടിയേ വാതിർക്കും. ഒന്ന് തിന്നാനും രണ്ടാമത് ആലാറാനും. പെരുവരുത്തത് മനസ്സിലാണെങ്കിലും മാരാർ നെറ്റിച്ചുളിച്ചൊന്ന് നോക്കുന്നത് പാറു കണ്ടു. ഗൗനിക്കാൻ പോയില്ല, അല്ലെങ്കിൽ തന്നെ ഗൗനിച്ചിട്ട് കാര്യമില്ല. എന്നാലും ഇന്നലെ വൈകിട്ട് താൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒന്നും പറയാതെ അലറാതെ നിന്ന ആൾ തന്നെയാണോ ഇത്? അക്കാര്യം ആലോചിക്കുമ്പോൾ മാത്രം എന്തുകൊണ്ട് പാർവതിക്ക് വിശ്വാസം വന്നില്ല. വണ്ടി ടൗണും കടന്ന് ഗ്രാമത്തിലേക്ക് കയറിയതും തലേ ദിവസം മഴയത്ത് കയറിയുന്ന പീടിക അവൾ ഗ്ലാസ്സിലൂടെ കണ്ടു. റോഡ് ഇപ്പോഴും നനഞ്ഞു കിടക്കുകയാണ്, ഇന്നലകളുടെ ഓർമ്മകളെ അവശേഷിപ്പിച്ചുകൊണ്ട്. കാർ വീടിൻ്റെ മുൻപിലേക്ക് ചെല്ലുന്നതിന് മുൻപ് തന്നെ പടിപ്പുരയുടെ ഒരു വശത്തായി മുത്തശ്ശൻ കാത്തു നിൽക്കുന്നത് പാർവതി ശ്രദ്ധിച്ചു. ഇത് പതിവില്ലാത്ത ആണല്ലോ എന്നും ചിന്തിച്ചുകൊണ്ട് തന്നെയാണവൾ മംഗലശ്ശേരിക്ക് മുൻപിൽ വണ്ടി നിന്നപ്പോൾ അതിൽ നിന്നിറങ്ങിയത് തന്നെ.
ശേഷം അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാട്ടിയിട്ട് അകത്തേക്ക് നടന്നു. ഭദ്ര. കൃഷ്ണൻ ഇത്തിരി കുനിഞ്ഞു നിന്നുകൊണ്ട് വിൻഡോയിൽ കൂടി അകത്തേക്ക് നോക്കി. എന്താ മാമേ? ഭവ്യതയോടുകൂടി ഭദ്രൻ വിളി കേട്ടു. നീ ഇന്ന് ഫ്രീ ആണോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. അയാൾ ഇത്തിരി പരിഭ്രമത്തോടു കൂടിയാണ് അക്കാര്യം പറഞ്ഞത്. എന്താ മാമേ, എന്തേലും പ്രശ്നമുണ്ടോ? ഞാനിപ്പോൾ തന്നെ വരാം. വാതിൽ തുറന്നിറങ്ങുവാനായി തുടങ്ങിയ ഭദ്രനെ കൃഷ്ണൻ നായർ തടഞ്ഞു. നീ പോയി ഒന്ന് ഫ്രഷായിട്ട് വാ, പിന്നീട് സംസാരിക്കാം. എങ്കിൽ ഞാനൊന്ന് കുളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വേഗം വരാം മാമേ. അവൻ ധൃതി കൂട്ടി. അത് വേണ്ട ഭദ്ര, നീ ഇങ്ങോട്ടേക്ക് വരണ്ട. മഹാദേവൻ്റെ ക്ഷേത്രത്തിലേക്ക് വാ, അവിടെ ആലിൻ്റെ ചുവട്ട് ഞാൻ കാണും. ഭദ്രൻ തലയാട്ടിയൊന്ന് മൂളിക്കൊണ്ട് ചെമ്പകശ്ശേരിയിലേക്ക് വണ്ടി ഓടിച്ചു. കാർ പോർച്ചിൽ പാർക്ക് ചെയ്തിട്ട് വീടിനുള്ളിലേക്ക് അവൻ വേഗത്തിൽ കയറി. ലക്ഷ്മിയുടെ ചോദ്യങ്ങൾക്ക് ഒന്നോ രണ്ടോ വാക്കുകളിൽ ഉത്തരം പറഞ്ഞിട്ട് അവൻ സമയം പാഴാക്കാതെ വാഷ്റൂമിലേക്ക് നടന്നു. കുളിയും കഴിഞ്ഞ് ഒരു കാവിമുണ്ടും കറുപ്പ് നിറത്തിലുള്ള ഒരു ഷർട്ടും എടുത്ത് ധരിച്ചു. മുടിയൊന്ന് ചീപ്പ് കൊണ്ട് കോതി സൈഡിലേക്ക് ഭംഗിയായി ചീവി വെച്ചു. അതോടൊപ്പം തന്നെ താടിയും വിരലുകൾ കൊണ്ട് ഭംഗിയായി മാടിയൊതുക്കി ഭദ്രൻ മുറിവിട്ടിറങ്ങി. എങ്ങോട്ടാ ഭദ്ര? ബുള്ളറ്റിൻ്റെ ചാവിയും എടുത്ത് ഹാളിൽ നിന്നും വേഗത്തിൽ ഇറങ്ങിപ്പോകുന്ന മകനെ കണ്ട് ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. കൃഷ്ണമാമ എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു, അങ്ങോട്ടേക്ക് പോകുക. ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞിട്ട് ഭദ്രൻ ഗേറ്റും കടന്ന് റോഡിലേക്ക് ഇറങ്ങി. കാര്യം എന്താണെന്ന് മനസ്സിലായതുകൊണ്ട് ലക്ഷ്മിയുടെ മനസ്സ് പൊടുന്നനെ അസ്വസ്ഥമായി. എൻ്റെ മഹാദേവ, എൻ്റെ കുട്ടിക്ക് നല്ല ബുദ്ധി കൊടുക്കണേ. അവർ കൈകൂപ്പിക്കൊണ്ട് പ്രാർത്ഥിച്ചതുകൊണ്ട് തിരിഞ്ഞതും ചെമ്പകപ്പൂക്കൾ ചെറുകാറ്റിൽ ആടിയുലഞ്ഞ് ആ മൺകൂനയ്ക്ക് മുകളിലേക്ക് പതിച്ചിരുന്നു. അവൻ്റെ ബുള്ളറ്റ് മംഗലശ്ശേരിയുടെ പടിപ്പുരയും കടന്ന് മുന്നോട്ടേക്ക് കുതിച്ചു. കൃഷ്ണൻ മാമയ്ക്ക് എന്ത് കാര്യമായിരിക്കും എന്നോട് പറയാനുള്ളത്? സാധാരണ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിലേക്ക് വരാനാണ് പറയാറ്. ഇതിപ്പോൾ ആൾച്ചുവട്ടിലേക്ക് വരാൻ പറഞ്ഞ എന്തുകൊണ്ടായിരിക്കും? ഇനിയിപ്പോൾ മംഗലത്തുള്ള മറ്റാളുകൾ അറിയാൻ പാടില്ലാത്ത വല്ല കാര്യവുമാണോ? ഭദ്രൻ്റെ ചിന്തകൾ അങ്ങനെ അങ്ങ് കാട് കയറി. ഏകദേശം 2 മിനിറ്റിൽ തന്നെ അവൻ്റെ വണ്ടി മഹാദേവ ക്ഷേത്രത്തിന് മുൻപിലുള്ള ആൾത്തറയിലേക്ക് ചെന്ന് കഴിഞ്ഞിരുന്നു. അവൻ വണ്ടി ഓഫ് ചെയ്തിട്ട് അതിൽ നിന്നും ഇറങ്ങി മുന്നോട്ടേക്ക് കാൽ വച്ചപ്പോഴേക്കും കണ്ടു തൊഴുതിറങ്ങി തൻ്റെ അരികിലേക്ക് വേഗത്തിൽ വരുന്ന കൃഷ്ണൻ നായരെ. വന്നിട്ട് ഒരുപാട് നേരമായോ? കണ്ട ഉടനെ തന്നെ അയാളോടവൻ ബഹുമാനത്തോടെ ചോദിച്ചു. ഇല്ല ഭദ്ര, വന്ന് തൊഴുതിയിറങ്ങിയപ്പോഴേക്കും നീ വന്നു. കയ്യിലിരുന്ന ഇലച്ചീന്തിലെ ചന്ദന അവന് നേർക്ക് നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. ആ. അയാളുടെ കയ്യിലെ ചന്ദനം വാങ്ങി സ്വയം തൊട്ടുകൊണ്ട് അവനൊന്ന് മൂളി. വാ, അവിടെ ഇരിക്കാം. വിജനമായി കെട്ടിയിട്ട് ആൽത്തറയുടെ പടികൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൃഷ്ണൻ പതിയെ അങ്ങോട്ടേക്ക് നടന്നു. കാര്യം എന്തറിയാനുള്ള ആകാംക്ഷയോടെ അയാൾക്ക് പിന്നാലെ അവനും. ഇരിക്ക്. ഭദ്രനോട് പറഞ്ഞിട്ട് പടിയുടെ ഒരറ്റത്തായിട്ട് അയാൾ ഇരുന്നു. എന്താണ് മാമേ പറയാനുള്ളത്? എന്താണെങ്കിലും പറഞ്ഞോളൂ. അയാളുടെ അരികിലേക്ക് ഇരിപ്പുറപ്പിച്ചുകൊണ്ട് ആ ചുളിവ് വീണ മുഖത്തേക്ക് നോക്കിയവൻ. ആ മ്ലാനമായ മുഖം കണ്ടിട്ട് അവന് സങ്കടം വന്നു തുടങ്ങിയിരുന്നു. അത് മോനെ, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ അതിൻ്റെ രീതിയിലെടുക്കണം. ചിലപ്പോൾ നിനക്കത് കേട്ടാൽ ഇഷ്ടപ്പെടണമെന്നില്ലായിരിക്കും. പക്ഷേ ഇതല്ലാതെ ഞങ്ങളുടെ മുമ്പിൽ വേറൊരു വഴിയില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഭദ്രൻ കേൾക്കണം, സമ്മതിക്കുകയും വേണം. അയാൾ തൻ്റെ അരികിലിരിക്കുന്ന ചെറുപ്പക്കാരനെ ദൈന്യതയോടെ നോക്കി. എന്താണെന്ന് വെച്ചാൽ പറയ് കൃഷ്ണമാമേ. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ ഭദ്രൻ കൂടെ ഉണ്ടാവും. മാമൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളാണ് ഞാൻ അനുസരിക്കാതെ ഇരുന്നിട്ടുള്ളത്? തിരിച്ചറിവായ കാലം തൊട്ട് ഇന്ന് വരെ എതിർവാക്ക് ഞാൻ മാമനോട് പറഞ്ഞിട്ടുണ്ടോ? ഉറപ്പോടെ അവൻ പറഞ്ഞതും കൃഷ്ണൻ്റെ മുഖത്തെ ആദ്യ ചെറിയ രീതിയിൽ കുറയുന്നത് അവൻ ആശ്വാസത്തോടെ നോക്കി കണ്ടു. അത് മോനെ ഭദ്ര, അത് മംഗലശ്ശേരി കൃഷ്ണൻ നായരുടെ മുഖം ആദ്യമായി പതറുന്നതും തല കുനിയുന്നതും ഭദ്രൻ ആദ്യത്തെ കാഴ്ചയായിരുന്നു. അയാളുടെ നെഞ്ചിനുള്ളിലെ സംഘർഷങ്ങൾ അത്രയധികം തീവ്രത കൂടിയുള്ളതായിരിക്കുമെന്ന് ഇതിനോടകം തന്നെ അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. മാമൻ എന്തു വേണമെങ്കിലും എന്നോട് പറയാം, മടി വേണ്ട. അവൻ അയാൾക്ക് ധൈര്യം നൽകി. അത് പിന്നെ
ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേൽപ്പത്തൂരിൻ്റെ അടുക്കൽ പോയിരുന്നു, പാർവതിയുടെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ അയാൾ പറഞ്ഞു തുടങ്ങി. അങ്ങോട്ടേക്ക് തങ്ങൾ മൂവരും ഉണ്ടാവാൻ ചെയ്യുന്ന സാഹചര്യങ്ങളും അവരുടെ ജാതകങ്ങളുടെ പാപസാമ്യങ്ങളും ഒടുവിൽ തിരുമേനിയുടെ അഭിപ്രായവും തങ്ങളുടെ ആലോചനയും എല്ലാം ഒന്നൊഴിയാതെ കൃഷ്ണൻ നായർ പറഞ്ഞു തീർത്തു. എല്ലാം കഴിഞ്ഞതും ഭദ്രൻ്റെ പ്രതികരണം അറിയാൻ വേണ്ടി അയാൾ ഭീതിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ദേഷ്യത്തിൻ്റെ മുൾമുനയിലായിരുന്നവൻ. ആദ്യമായി മംഗലശ്ശേരി കൃഷ്ണൻ നായർക്ക് ഭദ്രൻ്റെ മുൻപിലിരിക്കാൻ വല്ലാത്ത ഭയം തോന്നി. മോനെ, പറ്റില്ലെന്ന് പറയരുത്. നിങ്ങളുടെ നല്ലതിനു വേണ്ടിയാണ് ഞങ്ങളിങ്ങനൊരു തീരുമാനം എടുത്ത്. അയാൾ മിറയിൽ മറച്ചു വെച്ചുകൊണ്ട് അവനോട് കെഞ്ചി. കാരണം ഭദ്രൻ്റെ മുഖം അയാളിൽ വല്ലാത്ത പേടി ഉണർത്തി. ചോര തൊട്ടെടുക്കാൻ പാകത്തിൽ ചുവന്ന് കലങ്ങിയ അവൻ്റെ കണ്ണുകൾ എല്ലാവരെയും പേടിപ്പെടുത്താൻ പോകുന്നതായിരുന്നു. ദേഷ്യം നിയന്ത്രിക്കുവാൻ വേണ്ടി ഞെരിഞ്ഞമരുന്ന അവൻ്റെ വലം കൈ മുഷ്ടി വല്ലാതെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഭദ്ര, പേടി കൊണ്ട് വിറച്ചത് കാരണം കൃഷ്ണൻ്റെ ശബ്ദം പതറിപ്പോയിരുന്നു. മാമൻ എന്തായി പറയുന്നതെന്ന് വല്ല വിചാരമുണ്ടോ? നിങ്ങൾക്ക് ഇത്രയും വിഡിതം എങ്ങനെ പറയാൻ തോന്നി? അതും പാർവതിക്ക് വേണ്ടി. നിങ്ങൾ എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് കരുതി വച്ചിരിക്കുന്നേ? ഞാൻ എന്താ വെറും പാവയാണെന്ന് കരുതിയോ? അവൻ ആൽത്തറപ്പടികളിൽ നിന്നും ചാടി ഇറങ്ങിക്കൊണ്ട് അത്യധികം ദേഷ്യത്തോടെ ചോദിച്ചു. ഭദ്ര, അത് കൃഷ്ണൻ എന്തോ മറുപടി പറയാനായി തുടങ്ങിയതും അവനത് വലങ്കൈ ഉയർത്തി കാട്ടി തടഞ്ഞു. നിങ്ങളോടെനിക്ക് ബഹുമാനമായിരുന്നു. നിങ്ങൾ പറയുന്ന എന്ത് കാര്യങ്ങളും അതിൻ്റെ ശരിയോ തെറ്റോ നോക്കാതെ തന്നെ ഞാൻ ചെയ്തു തന്നിട്ടുമുണ്ട്. പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി. എല്ലാവരും കൂടി ഇത്രയും നാളെ എന്നെ പൊട്ടം കളിപ്പിക്കുകയായിരുന്നല്ലേ? എൻ്റെ അമ്മ പോലും എന്നെ ചതിക്കുമായിരുന്നല്ലേ? പൊടുന്നനെ ഭദ്രൻ്റെ കണ്ണുകളിൽ നിന്നും അവൻ പോലും അറിയാതെ 2 തുള്ളി കണ്ണുനീർ താഴേക്ക് ഇറ്റിറ്റു വീണു. കൃഷ്ണൻ അയാളുടെ നെഞ്ച് നീർന്നതുപോലെ തോന്നി അത് കണ്ടപ്പോൾ. മാമ എന്നല്ലാതെ ബഹുമാനത്തോടെ അല്ലാതെ തന്നെ വിളിക്കുന്നവൻ്റെ നാവിൽ നിന്നും നിങ്ങൾ എന്ന വാക്ക് വീണിരിക്കുന്നു. ഹൃദയം പൊള്ളുന്നത് പോലെ തോന്നി അയാൾക്ക്. ഭദ്രൻ കലിപ്പോടെ വണ്ടിയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇരമ്പിപ്പിക്കുന്നത് വർദ്ധിച്ച ഹൃദയവേദനയോടെ കൃഷ്ണൻ നായർ കണ്ടു. ജാതകത്തിൻ്റെ പേരും പറഞ്ഞ് എട്ടും പൊട്ടും തിരിയാത്ത ഒരു പെണ്ണിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ എങ്ങനെ തോന്നി നിങ്ങൾക്ക് എല്ലാവർക്കും? ഇതിനു വേണ്ടിയായിരിക്കും എൻ്റെ കൂടെ അവളെ നിങ്ങൾ കോളേജിലേക്ക് പറഞ്ഞു വിടുന്നത്. ഇതിനു വേണ്ടിയായിരിക്കും നിങ്ങൾ അവളെ എൻ്റെ അടുത്ത് ട്യൂഷന് പറഞ്ഞു വിടുന്നത്. നിങ്ങളൊക്കെ എന്തൊരു മനുഷ്യരാണ്! കൂടുതൽ പറയുവാൻ അവന് സാധിച്ചില്ല എന്നതാണ് സത്യം. എല്ലാവരോടും ദേഷ്യം തോന്നി അവന്. ചതിക്കപ്പെട്ടവൻ്റെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും, അതും സ്വന്തം എന്ന് കരുതിയവരുടെ അടുത്തു നിന്നും. ഭദ്രൻ്റെ വണ്ടി മുരളിച്ചയോടുകൂടി അകലേക്ക് പൊട്ടുപോലെ മായുന്നത് കൃഷ്ണൻ അത്യധികം വ്യസനത്തോടെ നോക്കിയിരുന്നു. അയാൾ പ്രതീക്ഷയറ്റവനെ പോലെ മഹാദേവൻ്റെ ക്ഷേത്രത്തിനുള്ളിലേക്ക് നോക്കി. നീയേ ദിക്കെന്ന വണ്ണം നെഞ്ചിൻ്റെ മുകളിൽ വലങ്കൈ ചേർത്തുകൊണ്ട് വിതുമ്പി. അതേസമയം തൻ്റെ മുൻപിലിരുന്നു കൊണ്ട് പുഞ്ചിരി തൂകുന്ന ഭഗവാന്റെ മനസ്സ് വായിച്ചെടുക്കാനാവാതെ ആജ്ഞാനുവർത്തിയായ നന്ദികേശൻ ആകെ വിഷണ്ണനായിരുന്നു. അപ്പോൾ തുടരും കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് വേഗത്തിൽ വരാവേ. അപ്പോൾ അതുവരെ ബൈ ബൈ.